നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവായ കനയ്യകുമാർ സോഷ്യൽ മീഡിയയിൽ, അതായത് എക്സിൽ പങ്കുവച്ച കാര്യങ്ങൾ ഇപ്പോൾ രാജ്യത്ത് വലിയ ചർച്ചയാവുകയും BJP നേതൃത്വം വിരളി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലുമാണ്. ഒരാളുടെ മകൻ T20, മറ്റൊരാളുടെ മകൻ E20 ആണ്. അതായത് ഈ രാജ്യത്ത് E20 വാഹനങ്ങൾ അടിച്ചേൽപ്പിച്ച് രാജ്യത്തെ പെട്രോളിൽ മായം കലർത്തുന്ന ഒരു നേതാവിൻ്റെ മകൻ. എന്നാൽ ഈ രണ്ട് BJP നേതാക്കളും 420 ആണ്. അമിത്ഷായെയും നിതിൻ ഗഡ്കരിയെയും കൃത്യമായി കളിയാക്കിക്കൊണ്ട് രംഗത്ത് വരികയാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നം എന്തോ ആയിക്കോട്ടെ, പക്ഷേ BJPയിലെ ഈ രണ്ട് കില്ലാടികളും കൂടെ ചേർന്ന് ഒരു ഒന്നൊന്നര തേപ്പാണ് രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനായി കൊടുത്തതെന്നും രാജ്യം ഇവരെ വെറുതെ വിടില്ല, ജനങ്ങൾ തിരഞ്ഞു പിടിച്ച് തന്നെ ഇവർക്കെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് അധികാരം തലയ്ക്ക് പിടിച്ച് 12 കൊല്ലമായി ഇരിക്കുന്ന ഇവർ രണ്ടുപേരും ഈ രാജ്യത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കനയ്യകുമാർ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുകയാണ്. BCCIയുടെ ചെയർമാൻ പദവിയിലേക്ക് ജയ്ഷാ എത്തിയത് അമിത്ഷായുടെ മകൻ എന്ന ഒരേ ഒരു അഡ്രസ് കൊണ്ടാണ്. അല്ല, ജയ്ഷായ്ക്ക് ബാറ്റ് പിടിക്കാനോ ബോൾ ചെയ്യാനോ എന്തിന് ക്രിക്കറ്റിൻ്റെ കൃത്യമായ നിയമാവലി പോലും അദ്ദേഹത്തിന് കാണാതെ അറിയില്ല. അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിയുടെ മകൻ ഗഡ്കരിയുടെ പേരുപയോഗിച്ച് തന്നെയാണ് ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. നമുക്ക് നിതിൻ ഗഡ്കരിയുടെ കാര്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷം പോലും ഏറെ ബഹുമാനിക്കുന്ന നേതാവ് എന്നൊക്കെയാണ് ആദ്യകാലങ്ങളിൽ BJP തട്ടിവിട്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ഗഡ്കരിക്കെതിരെയുള്ള ആരോപണങ്ങൾ? എത്തനോൾ കലർന്ന പെട്രോള് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന അത്തരത്തിലെ വാഹനങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ ദുരിതക്കയറ്റിലേക്ക് വിട്ടുകൊണ്ട് ഈ രാജ്യത്തെ നിരവധിയായ കോടിക്കണക്കിന് ജനതയുടെ പ്രാക്കും അവരുടെ എല്ലാ രീതിയിലുള്ള വിഷമവും അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം സുഖലോലിപരായി ജീവിക്കുന്ന ഇവരൊക്കെ സാധാരണക്കാരുടെയും പട്ടിണി പാവങ്ങളുടെയും ദൈനംദിന ജീവിതത്തിലെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ഇല്ലേ ഇല്ല. അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് JNUവിലെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന കോൺഗ്രസിൻ്റെ യുവതുർക്കിയായ കനയ്യകുമാർ. കനയ്യകുമാറിൻ്റെ കുറിക്കൊള്ളുന്ന മറുപടി പലപ്പോഴും BJP നേതൃത്വത്തിന് വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കനയ്യകുമാർ അടുത്ത പ്രധാന ദൗത്യത്തിലേക്ക് ഇറങ്ങുകയാണ്. കനയ്യകുമാറിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ബീഹാറിൽ ജനിച്ചുപോയി എന്നതിൻ്റെ പേരിൽ ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിൽക്കേണ്ട വ്യക്തിയല്ല കനയ്യകുമാർ. അദ്ദേഹം കൃത്യമായും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ട, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസ്സിന് കൃത്യമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു യുവ നേതാവാണ് കനയ്യകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾ അത്രയേറെ ചിന്ത ഉണർത്തുന്ന കാര്യം തന്നെയാണ്.